പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും തൊടുത്തു വിടാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. നീ ആരാ? ഇല്ലെങ്കിൽ ഞാൻ ആരാ? നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? നമ്മളാരാ? സത്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണ നമുക്കില്ല, അല്ലേ? അങ്ങനെയുണ്ടെങ്കിൽ നാം പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ലല്ലോ. എന്നാലേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു വിൻഡോയുണ്ട്. അതിൽ പതുക്കെ ഒന്ന് പോയി തട്ടി നോക്കിയാലോ? ഹേയ്, വേണ്ട വേണ്ട, എന്നിട്ട് വേണം അടി കിട്ടാൻ. ഇത് അങ്ങനത്തെ വിൻഡോ അല്ല കേട്ടോ. തുറന്നു നോക്കിയാലും തട്ടി നോക്കിയാലും പ്രശ്നമില്ലാത്ത ഒരു വിൻഡോ. അതെ, ഡെയിലി ഇൻസൈറ്റിൽ ജൊഹാരി വിൻഡോ എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. അതെ കൂട്ടുകാരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് അത് അറിയാതെ പോകാറുമുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ ജൊഹാരി വിൻഡോ എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് പരിചയമുണ്ടോ എന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടപ്പോൾ ചെറിയ ഒരു അപരിചിതം തോന്നി. ഏതായാലും ആ വിൻഡോയെ നമുക്ക് 4 കോളങ്ങളാക്കി തരംതിരിക്കാം, അല്ലേ? അതിലെ ഒന്നാമത്തെ കോളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഓപ്പൺ ഏരിയ. അതായത് ഓരോ വ്യക്തിക്കും അങ്ങനെ ഒരു ഏരിയ ഉണ്ട്, ശരിയല്ലേ? നമ്മുടെ പേരെല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം. അതേപോലെ നമ്മുടെ ജോലി സ്ഥലം, പല ഭക്ഷണ രീതികൾ, വസ്ത്രധാരണം, ഇതൊക്കെ മറ്റുള്ളവർ നമ്മളെ കണ്ട് പരിചിതമായതുകൊണ്ട് അവർക്കറിയാം. എന്നാൽ ചില കാര്യങ്ങൾ ആർക്കും അറിയില്ല. അങ്ങനത്തെ ചില ഏരിയകളുണ്ട്. ഏതായാലും അതിലേക്ക് വരുന്നതിന് മുന്നേ വേറെ ഒരു കാര്യം പറയാം. അതായത് ബ്ലൈൻഡ് സ്പോട്ട്, അല്ലേ? എന്താണത്? കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ആ വാക്കിൽ നിന്ന്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് കേൾക്കുമ്പോൾ അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എന്ന് വെച്ചാൽ നമ്മളൊക്കെ അങ്ങ് നടക്കുന്നുണ്ടല്ലോ വലിയ കേമന്മാരാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമുക്ക് ചില മാനേഴ്സുണ്ട്, ചില രീതികളുണ്ട്. എന്ന് വെച്ചാൽ അത് ആർക്കെന്നൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാകും. ഏകദേശം എത്രയൊക്കെ ക്ലിയർ ചെയ്തു കഴിഞ്ഞാലും പലർക്കുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അത് കൂടി വരുന്നുമുണ്ടെന്ന്. ചില ആളുകൾ ഇരിക്കുമ്പോൾ ടേബിളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും, ഇല്ലെങ്കിൽ ചിലർ പുസ്തകം മറിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ ഒരു അക്ഷമയാണ് അവിടെ കാണിക്കുന്നത്. എനിക്ക് തോന്നാറുണ്ട്, ഞാൻ പലപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ ഷോർട്സ് കണ്ട് നിങ്ങൾക്കെല്ലാം നിങ്ങളറിയാതെ ആൻസർ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോഴേക്ക് ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, പേന വെച്ച് ടേബിളിൽ തട്ടുക. എന്നിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവരത് ശ്രദ്ധിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ ആവശ്യമില്ലാതെ പുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കുക. ഇങ്ങനെ വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കുമുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ചില അക്ഷമ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചില ശ്രദ്ധയില്ലായ്മ കൊണ്ടോ, ഇല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നാം ശീലിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലൈൻഡ് സ്പോട്ടിനായിട്ടുള്ള കാരണങ്ങളുണ്ടാകുന്നത്. ഇനി മൂന്നാമത്തത് അൺനോൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് അൺനോൺ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു സംഭവമായിരിക്കും കേട്ടോ, പക്ഷേ അത് കണ്ടുപിടിക്കാനേ കുറേ നാളുകൾ വേണ്ടി വന്നിരിക്കും. അതായത് അത് പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കാനുള്ള ചില അവസരങ്ങൾ വരുന്നത്. പിന്നെ ഒരു മനുഷ്യ മുഖത്ത് തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ ഇത്രയും ഇങ്ങനത്തവനായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നോ ഈ പുള്ളിക്കാരിയുടെ രീതികൾ എന്ന് പോലും വിചാരിക്കുന്ന രീതിയിൽ, നെഗറ്റീവ് രീതിയിൽ അത് വരാം. ഇല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അടിപൊളി സെറ്റ്, എത്ര കഴിവുള്ള ആളായിരുന്നു, എന്തിന് ഇത്രയും നാൾ അവർ വേസ്റ്റാക്കി എന്ന് ആലോചിക്കുന്ന രീതിയിലും, 2 രീതിയിലും നമുക്ക് കാര്യങ്ങളുണ്ട്. ഏതായാലും അതിനുശേഷം നമുക്ക് പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഹിഡൻ ഏരിയ, അല്ലേ? ഇത് സംഭവം ബഹുരസം. ചില കാര്യങ്ങൾ ആരൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കും. കാരണം എന്താണെന്നറിയോ? അതാരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചില സമയത്ത് നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ ചില പ്രണയങ്ങൾ പോലും ആ ഹിഡൻ ഏരിയയിൽ പെടും. എന്നിട്ട് നമ്മളിങ്ങനെ പാടും: ആരോടും പോയി പറയരുതീ കഥ, മാനേ
പുള്ളിമാനെ, അല്ലേ? അത് നമ്മൾ നമ്മളോട് തന്നെ പറയും. അവിടെ ഒരു മാനും ഉണ്ടായിരുന്നില്ല, ഒരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം നമ്മളങ്ങോട്ട് ആ ഓടുമ്പോഴോ അപ്പം പിന്നെ മാൻ മാത്രമല്ല എല്ലാവരും അറിയും. എന്നാലും കുഴപ്പമില്ല, ചിലത് നമ്മൾ പറയാതെ വെക്കും. അവസാനം അത് നമ്മൾ അവസാനിക്കുമ്പോൾ ആ ഏരിയയും അങ്ങ് അവസാനിപ്പിക്കും. ഏതായാലും എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ സംഭവം വിവരിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ സംഭവങ്ങളും, അതായത് എല്ലാ സ്പോട്ടുകളും നമുക്ക് ആവശ്യമാണ്. എന്നാലും നാം ഓരോന്നിനെയും കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് തെറ്റുകൾ തിരുത്തേണ്ടത് തിരുത്തുക, ഒതുക്കി വെക്കേണ്ടത് ഒതുക്കി വെക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ നമ്മൾ മാന്യർ. അങ്ങനെയാകട്ടെ നാമെല്ലാം.